കതിരൂർ സ്വദേശി ബിജി ബൈജു എന്ന വീട്ടമ്മയാണ് വിവിധതരം കുപ്പികൾ തന്റെ കരവിരുതുകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്താണ് വീട്ടമ്മയായ ബിജി ബോട്ടിൽ ആർട്ടിൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയത്. ഉപേക്ഷിക്കപ്പെട്ട കുപ്പികൾ ശേഖരിച്ച് സ്വന്തം കരവിരുതിനാൽ കമനീയമാക്കി. ആക്രലിക് പെയിന്റും കളിമണ്ണും ഉപയോഗിച്ചാണ് കുപ്പികളിൽ ചിത്രങ്ങളും രൂപങ്ങളും തയ്യാറാക്കുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ് ഇത് തുടങ്ങിയത്. ചെറുങ്ങനെ വരക്കുമെല്ലാം ചെയ്യും. അപ്പം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയതാണ്. പിന്നെ ഓരോരാൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ബോട്ടിലായിട്ട്. ഇത് അക്രലിക് പെയിന്റും പിന്നെ ക്ലേ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ഇങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളില്ലേ, പിസ്തേൻ്റെ തോട്, അത് വെച്ചിട്ടെല്ലാം ചെയ്യുന്നതാണ്. പഠനകാലത്ത് തന്നെ ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്ന ബിജി കണ്ണൂർ ധനലക്ഷ്മി ഹാൻഡ്ലൂം എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ ഡിസൈനിംഗ് മാനേജറാണ്. കണ്ണൂർ. കൊടും വേനലിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പാമ്പുകൾക്കും വരെ കുടിവെള്ളം നൽകുകയാണ് മലപ്പുറം ചീക്കോട് തീണ്ടാപ്പാറ മാണിപ്പറമ്പത്ത് അബ്ദുൾ സലാം. നാട്ടിലും മലമുകളിലുമായി 80 പാത്രങ്ങൾ സ്ഥാപിച്ചാണ് വെള്ളം നൽകുന്നത്. ഓമാനൂർ തീണ്ടാമ്പാറ റോഡിലും ഓട്ടുപാറ കപ്പിള്ളി ഹൈസ്കൂൾ മലമുകളിലും മറ്റു റോഡരികിലുമായി 80 പാത്രങ്ങൾ സ്ഥാപിച്ചാണ് പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. രാവിലെ 9 മുതൽ 12 മണിവരെ ബൈക്കിൽ വെള്ളവുമായി സലാം മലകയറി തുടങ്ങും. ജലക്ഷാമമുള്ളതിനാൽ പണം കൊടുത്ത് വെള്ളം വാങ്ങുന്നതും പതിവാണ്. ചിലയിടങ്ങളിലേക്കുള്ള വെള്ളം സുമനസുകളായ ചില ആളുകൾ നൽകുന്നുമുണ്ട്. ഞാൻ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പാത്രം വെച്ച് പോയി ആകെ 6 പാത്രത്തിൽ തുടങ്ങിയതാണ്. അതിപ്പോൾ 80 പാത്രമായി. ഇപ്പം അത് ഇനി തടിക്ക് ആഫ്യത്തുള്ളിടത്തോളം കാലം ഈ പരിപാടി തുടർന്ന് പോകാൻ തന്നെയാണ് പരിപാടി. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ലിറ്റർ വെള്ളം ഇപ്പം ഞാൻ വണ്ടിക്കടിച്ചിട്ട് ഈ പരിപാടി തുടർന്ന് പോകുന്നത്. പക്ഷികളെ കൂടാതെ പാമ്പ്, കുരങ്ങ്, മുള്ളൻപന്നി, കുറുക്കൻ, കാട്ടുപൂച്ച അടക്കം നിരവധി പക്ഷിമൃഗാദികളാണ് വെള്ളം കുടിക്കാനായി എത്തുന്നത്. മരമുകളിൽ കെട്ടിത്തൂക്കിയും റോഡരികിലും നിലത്തുമൊക്കെയുമാണ് പാത്രങ്ങൾ സ്ഥാപിച്ചത്. ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പം നമ്മൾ വെച്ചത്. അത് ഏകദേശം 2 മണിക്കൂറോളം 2.5 മണിക്കൂറോളം സമയം എടുക്കുന്നത് മൊത്തത്തിൽ ഒഴിച്ച്. പിന്നെ ആഴ്ചയിൽ 7 ദിവസം പാത്രം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. മണ്ണിട്ടിട്ട് കംപ്ലീറ്റ് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് അതിൽ വെള്ളം പാരുള്ളൂ. അല്ലെങ്കിൽ അതിൽ പൂപ്പൽ നിറയും, പിന്നെ കൂത്തം നിറയും, കൊതുക് പെരുകും. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി പഴയ വെള്ളം ഇത് ഒഴിവാക്കിയിട്ടേ പുതിയ വെള്ളം പാരുള്ളൂ. ഇലക്ട്രീഷ്യൻ കൂടിയായ സലാം കുടിവെള്ള വിതരണ ശേഷമാണ് ജോലിക്ക് പോവുക. ലോക്ക്ഡൌൺ സമയത്ത് തെരുവ് നായകൾക്ക് ഭക്ഷണം എത്തിക്കാനും സലാം മുൻപന്തിയിലായിരുന്നു. ന്യൂസ് 18 ചീക്കോട്. പൂനം കൃഷി രീതിയിൽ സജീവമാകുകയാണ് കണ്ണൂർ നരിക്കോട് മലയിലെ ഗോത്രവിഭാഗം. കുറിച്ച വിഭാഗത്തിൽപ്പെട്ട 10ഓളം കുടുംബങ്ങളാണ് ഈ ഗോത്ര കൃഷി രീതിയിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കാട് പിടിച്ച പ്രദേശങ്ങൾ വെട്ടി തീയിട്ട ശേഷം പിന്നീട് അവിടെ വിത്തിറക്കുന്നതാണ് പൂനം കൃഷിയുടെ രീതി. നെല്ല്, ചോളം, ചാമ, കുമ്പളങ്ങ, കക്കിരി, വെള്ളരിക്ക, പയർ തുടങ്ങിയവയാണ് നരിക്കോട് മലയിലെ കുറിച്യ വിഭാഗത്തിൽപ്പെട്ടവർ കൃഷി ചെയ്യുന്നത്. നരിക്കോട് മലയിലെ പൂനം കൃഷിയുടെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം സുധാ വാസു നിർവഹിച്ചു. പണ്ട് തൊട്ടേ കുറിച്യരുടെ ഇടയിൽ നടന്നു വരുന്ന ഒരു പൊനഞ്ഞൽ കൃഷിയാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊറോണ സമയത്ത് അകലം പാലിച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൊയ്യാള വിത്ത് എന്ന് പറഞ്ഞൊരു വിത്താണ് ഇവിടെ ഇപ്പം വേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തേന,
ചാമ, തൊവര, ചൊവളം, പിന്നെ ഈ കുമ്പളം, മത്ത, ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ കരകൃഷിയിൽ ഈ നേരത്തെ തലമുറകൾ ചെയ്തുകൊണ്ടിരുന്ന കൃഷി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കുഴിച്ചിടുന്നുണ്ട്. പുനം കൃഷി ആരംഭിക്കുന്നതു മുതൽ അവസാനിക്കുന്നതുവരെ ആഘോഷങ്ങളും ആചാരങ്ങളും സൽക്കാരങ്ങളും നീണ്ടു നിൽക്കും. ലോക്ക്ഡൗൺ കാലത്ത് ശാരീരികമായി അകലം പാലിച്ച് സാമൂഹികമായി ഒരുമിച്ച് നിൽക്കുക എന്ന സന്ദേശവുമായാണ് ഇവരുടെ കൃഷി. ന്യൂസ് 18 കണ്ണൂർ. കൊടിയത്തൂർ 14-ാം വാർഡിൽ തുടങ്ങിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പിന് തുടക്കമായി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് ഹരിതം 2021 എന്ന പേരിലുള്ള പദ്ധതി തുടങ്ങിയത്. അന്യം നിന്ന് പോകുന്ന കാർഷിക വൃത്തിയെ തിരിച്ചുപിടിക്കുന്നതിനും വിഷമയമായ പച്ചക്കറികളിൽ നിന്ന് മോചനവും ലക്ഷ്യമിട്ടാണ് ഹരിതം 2021 പദ്ധതി തുടങ്ങിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ തുടങ്ങിയ അടുക്കളത്തോട്ടം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പിന് തുടക്കമായി. വാർഡിലെ 350 വീടുകളിൽ പച്ചക്കറി വിത്തുകളും തൈകളും ഗ്രോ ബാഗുകളും നൽകിയാണ് അടുക്കളത്തോട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കൂടാതെ അക്കരപ്പറമ്പ് ഭാഗത്തെ 1 ഏക്കർ പാടശേഖരത്ത് 15 കുടുംബങ്ങൾ ഒരുമിച്ച് വിത്തിറക്കുകയും ചെയ്തിരുന്നു. മികച്ച വിളവാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. വിളവെടുപ്പുത്സവം വാർഡ് മെമ്പർ KG സീനത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ മറ്റു വീടുകളിൽ നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗത്തും എല്ലാ ഭാഗത്തും ആൾക്കാരെ കൂട്ടിയിട്ട് വീടുകളിൽ വന്ന് അവിടുന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്ത് പിന്നെ തൈയും വിത്തും വിതരണം ചെയ്ത് പിന്നെ നമ്മൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു ക്ലാസ് സംഘടിപ്പിച്ച് നമ്മൾ ഓരോ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് തോനെ ആൾ കൂടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അവർക്ക് ക്ലാസ് സംഘടിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ആ ആൾക്കാർ ഇവിടെ വന്ന് വേറെയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. പയർ, വെണ്ട, ചുരങ്ങ, കുമ്പളം, വെള്ളരി, പടവലം, തണ്ണിമത്തൻ മുതലായവയാണ് കൃഷി ചെയ്തത്. ഇവിടെ വെണ്ട, പയറ്, വെള്ളരി, കക്കരി, അതുപോലെ വത്തക്ക, കയ്പ തുടങ്ങി ചീര, അങ്ങനെ വ്യത്യസ്ത നമ്മൾ സാധാരണ പടവലം പോലെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. നിരവധി പേരാണ് വിളവെടുപ്പുത്സവത്തിന്റെ ഭാഗമായത്. ന്യൂസ് 18 കൊടിയത്തൂർ. ജീവൻ തുടിക്കുന്ന മനോഹര രൂപങ്ങൾ ഒരുക്കുകയാണ് ചാലക്കുടിയിലെ സുമേഷ് എന്ന കലാകാരൻ. കഴിഞ്ഞ 18 വർഷമായി വിഗ്രഹങ്ങളും ശില്പി മനോഹരമായിട്ടാണ് സക്കീർ ജീപ്പ് നിർമ്മിച്ചത്. ഊർങ്ങാട്ടീരി തച്ചാമ്പറമ്പ് സ്വദേശി സക്കീർ 6 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ജീപ്പ് നിർമ്മിച്ചതെങ്കിലും ഈ അടുത്ത കാലത്താണ് സംഗതി വൈറലായത്. പ്രവാസിയായ സക്കീർ അവധിക്കെത്തിയപ്പോഴാണ് മകനു വേണ്ടി ജീപ്പ് നിർമ്മിച്ചു നൽകിയത്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയാണ് കളിപ്പാട്ട വണ്ടിക്കായുള്ള സാധനങ്ങൾ ശേഖരിച്ചത്. 1 വർഷം കൊണ്ട് ജീപ്പ് നിർമ്മിച്ചു. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഖത്തറിലെ ജോലിയാണ്. ഖത്തറിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്. അവിടെ പുറത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ മെയിൻ്റെനൻസ് വർക്ക് പോകണം. ഒരു വീട് മുറ്റത്ത് കണ്ടത് ഇങ്ങനെ അറബി വാങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാണ്. 10,000 റിയാലിന്
അത് ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് അറിയാം, ചൈനയിൽ നിന്ന് വരുന്നത്. അത് ചെറിയ വണ്ടി, ഇത്രയൊന്നുമില്ല, അതിൻ്റെ 3 വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് വലുതാക്കി ഉണ്ടാക്കി നാട്ടിലെത്തി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത. പണ്ടേ വണ്ടിയോടൊരു കമ്പാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്തായാലും ആ ഒരു ചിന്ത. ഏകദേശം 1,70,000 രൂപയാണ് ഇതിനായി ചെലവായത്. ചേസ് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്വയർ പൈപ്പാണ്, ഒരിക്കലും തുരുമ്പിടിക്കില്ല, നല്ല പൊടിയില്ല, വെൻ്റാകും, വെയ്റ്റ്ലെസ് ആണ്. അങ്ങനെ കുറേ പണിക്കാൻ സുഖമാണ് വെൽഡിങ്. ഇതിനെല്ലാം ഹബ്ബുകളൊക്കെ ഇരുമ്പുമായിട്ട് എല്ലാം കട്ട് ചെയ്തുണ്ടാക്കിയത്. 120 cc ബൈക്കാണ് ബൈക്കിന് ഇഞ്ചിനുള്ളത്. അതിപ്പോൾ ഗിയറുകളൊക്കെ വെച്ചിട്ട് CC കൂടിയിട്ടുണ്ട്. 4-5 ആൾ ഈ 500 കിലോ വെയിറ്റ് ഉണ്ട് ഈ വണ്ടി മൊത്തം തിരിച്ചു ഈ കയറ്റങ്ങൾ കയറുന്നത്. റോഡിൽ ഓടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുകയാണ് സക്കീർ. ന്യൂസ് 18 മലപ്പുറം. വിധിയെ പരാജയപ്പെടുത്തി ജീവിത വിജയം കൈവരിച്ചിരിക്കുകയാണ് കൊല്ലം കല്ലേലി സ്വദേശി ജെയിംസ്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് 2 കാലുകളും തളർന്നുപോയ ജെയിംസ് മരപ്പണിയിലൂടെയാണ് ജീവിതം കരുപിടിപ്പിച്ചത്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഒന്ന് മാറണമെങ്കിൽ പോലും പരസഹായം വേണ്ടി വന്നെന്ന ജെയിംസ് ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന മരപ്പണിക്കാരനാണ്. കൊല്ലം ചാമ്പക്കടവിൽ വീടിനോട് ചേർന്നൊരു ഫർണിച്ചർ കടയുമുണ്ട് ജെയിംസിന്. ഇവിടെയുള്ള കട്ടിലും മേശയും കസേരയുമെല്ലാം പണിതത് ജെയിംസ് ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ചലനശേഷിയില്ലാത്ത കാലുകളുമായി ഈ മനുഷ്യൻ ഇതിനകം പൂർത്തിയാക്കിയത് 100 കണക്കിന് ഉരുപ്പടികളാണ്. വയസ്സ് 52 കഴിഞ്ഞെങ്കിലും ജെയിംസ് തന്റെ ജോലി ഊർജ്ജസ്വലതയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയമായിരുന്നു ജെയിംസിന്. ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡുമെല്ലാം പഠിച്ചു. എന്നിട്ടും ഒരു ജോലിയും കിട്ടാതായതോടെയാണ് മരപ്പണി ചെയ്തു തുടങ്ങിയത്. ചെറുപ്പത്തിലൊരു നേരം പോക്കിന് വേണ്ടി ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ അതൊരു ജീവിതമാർഗമായി തീർന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. സ്റ്റെനോ, ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ്, മലയാളം, ഇംഗ്ലീഷ്, ഹയർ എല്ലാം പാസ്സായാണ്. വേറെ ജോലിയൊന്നും ആയില്ല. 2-3 വട്ടം ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതൊരു തൊഴിൽ മാർഗമായി. പിന്നെ വീടൊന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഓഹരിക്കകത്ത് ഞങ്ങൾ കഴിയുകയാണ്. ഓർഡർ ലഭിക്കുന്നതിനനുസരിച്ചാണ് സാധനങ്ങളുടെ നിർമ്മാണം. കൂടുതൽ ഓർഡറുകൾ വന്നാൽ മാത്രം 1-2 ജോലിക്കാരെ കൂടി സഹായത്തിനായി കൂട്ടും. മറ്റു സമയങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ജോലി. ഏറെ ശാരീരികാധ്വാനം വേണ്ടിവരുന്ന ഒരു തൊഴിൽ മേഖലയിൽ വിജയം കൈവരിച്ചതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിറഞ്ഞ ചിരിയാണ് ജെയിംസിന്റെ മറുപടി. ന്യൂസ് 18 കരുനാഗപ്പള്ളി. നിറക്കൂട്ടുകൾ കൊണ്ട് കുപ്പികളിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ് പല്ലാരിമംഗലം GVHSSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹർബാനു ഷിറിൻ. അലക്ഷ്യമായി വലിച്ചെറിയുന്ന കുപ്പികൾ ഷഹർബാനുവിന്റെ കൈകളിലെത്തിയാൽ അത് കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാര വസ്തുവായി മാറും. ഷഹർബാനുവിന്റെ വിരൽത്തുമ്പിലൂടെ വർണ്ണം വിതറുമ്പോൾ കുപ്പികളിൽ നിറയുന്നത് വേറിട്ട ചിത്രങ്ങൾ. കേരള കലാരൂപങ്ങളും പ്രകൃതി ദൃശ്യങ്ങളുമെല്ലാം കരവിരുതിലൂടെ കുപ്പികളിൽ പുനർജനിക്കും. അക്രിലിക് പെയിന്റും മോൾഡിംഗ് പേസ്റ്റും ഉപയോഗിച്ചാണ് ചിത്രരചന. വിവിധ വർണ്ണങ്ങളിലെ നൂലും മറ്റും ഉപയോഗിച്ച് ഓരോ കുപ്പിയും മനോഹര സൃഷ്ടികളാക്കി മാറ്റും. ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ എനിക്കൊരു കുപ്പി കിട്ടി. ഞാൻ ആ കുപ്പി ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉമ്മി ഉപ്പിച്ച് എനിക്ക് പ്രോത്സാഹനം തന്നപ്പോൾ എനിക്ക് വീണ്ടും കുപ്പി ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് ഞാൻ ചെയ്തു. ഓരോ നിറങ്ങൾ കൊടുക്കുമ്പം അതിന് ചേരുന്നൊരു പടം എൻ്റെ മനസ്സിൽ തോന്നും. ഞാനത് വരയ്ക്കും. അതിന് ചേരുന്ന നിറം നൽകി ഭംഗിയാക്കും. കുപ്പി ഈ വഴിയോരത്ത് കിടക്കുന്ന കുപ്പികൾ പറക്കി ശേഖരിച്ച് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് നിറം നൽകുന്നത്. പ്രത്യേക പരിശീലനമൊന്നുമില്ലാതെയാണ് ഷഹർബാനു തന്റെ കലാസൃഷ്ടികൾ ഒരുക്കുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വിരസതയകറ്റാൻ തുടങ്ങിയ ബോട്ടിൽ ആർട്ട് ഇന്നും തുടരുകയാണ് ഈ 6ാം ക്ലാസ്സുകാരി. വീടിന്റെ സ്വീകരണമുറിയിലും കിടപ്പുമുറിയിലും അടുക്കളയിലുമെല്ലാം ഷഹർബാനുവിന്റെ കലാസൃഷ്ടികൾ ഇടം പിടിച്ചിരിക്കുന്നു.
പല്ലാരിമംഗലം അടിവാട് സ്വദേശി സക്കീർ ഹുസൈന്റെയും റസീനയുടെയും മകളാണ് ഷെഹർബാനു ഷെറിൻ. ന്യൂസ് 18 കോതമംഗലം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നാണ് പഴഞ്ചൊല്ല്. പക്ഷേ മുക്കം കാരശ്ശേരിയിലെ ഒരു വീട്ടിലെ പ്ലാവിൽ പേരയ്ക്കയാണ് കായ്ച്ചത്. നിരവധി പേരാണ് ഈ കൗതുക കാഴ്ച കാണാൻ എത്തുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാലിയിൽ കുന്നുമ്മലാണ് ഈ കൗതുക കാഴ്ച. പ്ലാവിൽ പേരയ്ക്ക കായ്ച്ചിട്ട് ദിവസങ്ങളായെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുക്കത്ത് പോയി കുറുക്കനെതിലെ കയറി വരും, മല കയറി ഇങ്ങോട്ട് പോരുക, വീട്ടിലേക്ക് എത്താൻ എളുപ്പവഴിക്ക് കയറി വരിക. അപ്പോൾ ഇതിലെ കയറി വന്നപ്പോൾ കുന്ന് കയറി കഴിഞ്ഞപ്പോൾ കുഴക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം നിന്ന് ഇങ്ങനെ നോക്കുന്നവരും ഒരു പ്ലാവിൻ്റെ മുകളിൽ പേരൊക്കെ തൂങ്ങി കിടക്കുന്നത് കണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിശയപ്പെട്ടുപോയി. പിന്നെ വീട്ടിലേക്ക് മക്കളെ വിളിച്ച് മക്കളോടൊന്ന് ഫോട്ടോ അടിക്കാം മക്കളെ എന്ന് പറഞ്ഞു. ആദ്യം വിചാരിച്ചത് പറ്റിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ തിരുമ്പി പൊന്തിച്ച് താത്തിയൊക്കെ നോക്കി മുരണ്ടിയൊക്കെ നോക്കി. വറക്കാൻ കഴിയുന്നില്ല, നല്ല ഇങ്ങനെ ഉറച്ച് കിടക്കുന്നതാണ് കണ്ടല്ലേ. നല്ല വിളവെത്തിയ നിലയിലാണ് പേരയ്ക്ക. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. സംഭവം അറിഞ്ഞതോടെ നിരവധി പേരാണ് ഈ കാഴ്ച കാണാനായി കുന്നുമ്മലെത്തുന്നത്. എന്നാൽ ഇത് ചക്കയ്ക്ക് രൂപമാറ്റം വന്നതാണെന്ന സംശയവും ചിലർ പങ്കുവയ്ക്കുന്നു. ന്യൂസ് 18 മുക്കം. പ്രതിസന്ധികളെ തരണം ചെയ്ത് കായംകുളം പത്തിയൂർ ഉള്ളിട്ട പുഞ്ചയിൽ ഇറക്കിയ കൃഷിക്ക് 100 മേനി. 170 ഏക്കറിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. 100 ഏക്കറിൽ പാട്ടകൃഷി ഗ്രൂപ്പുകളും ബാക്കി 70 ഏക്കറിൽ നില ഉടമകളുമാണ് കൃഷി ഇറക്കിയത്. ജ്യോതി, മണിരത്നം ഇനം നെല്ലുകളാണ് കൃഷി ചെയ്തത്. പാടത്ത് ബണ്ട് കെട്ടുന്നതിനടക്കം വന്ന കാലതാമസം കാരണം കൃഷി ഏറെ വൈകിയിരുന്നു. ഇതോടെ പാടം നിറയെ പായൽ മൂടി. ബണ്ടിന്റെ പല ഭാഗങ്ങളും മടവീഴ്ചയിൽ മുറിഞ്ഞു. പുറംബണ്ടിന്റെ ബലക്കുറവും കർഷകരെ അലട്ടിയിരുന്നു. നെല്ലിന്റെ രോഗവും കർഷകരെ പ്രതിസന്ധിയിലാക്കി. ഇവയെല്ലാം തരണം ചെയ്താണ് ഉള്ളിട്ട പുഞ്ചയിൽ നിന്നും 100 മേനി കൊയ്തെടുത്തത്. ഇവിടെ നമ്മൾ ജനുവരി 1-ാം തീയതിയാണ് വിതച്ചത്. അന്ന് തൊട്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്രാവശ്യം വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ ഭാഗത്തുനിന്നും നല്ല ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ആയാലും കൃഷി ഓഫീസിൻ്റെ ആയാലും നല്ല സഹകരണമാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കൃഷി നഷ്ടമായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ 160 ഏക്കറോളം ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പകുതിയുള്ള പാട്ടമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ വിളവെടുപ്പ് ഉത്സവം പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എലൂഷ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിസന്ധി കാലത്ത് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ഈ കർഷകർ. ന്യൂസ് 18 കായംകുളം. നാട്ടിന് പുറം പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.